नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत है. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ കാൽവിഭാജനാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് പഠിക്കാം. ഹിന്ദി സാഹിത്യ ഇതിഹാസ് ലിഖ്നേമേ ഇൻകാ സ്ഥാൻ സർവോജ്ജ ഹെ. സാഹിത്യത്തിൻ്റെ ഇതിഹാസം എഴുതുന്നതിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്താണ് വളരെ വലുതാണ്. ഉൻകെ ദ്വാര ലിഖാ ഗയ ഗ്രന്ഥ ഹെ ഹിന്ദി സാഹിത്യ കാ വികാസ്. അപ്പോൾ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസം എഴുതിയിട്ടുണ്ട്. ഏത് പേരിലാണ് എഴുതിയത്? ഹിന്ദി സാഹിത്യ കാ വികാസ് എന്ന പേരിലാണ് എഴുതിയത്. ഉन्होंने अपने इतिहास में 900 वर्षों के इतिहास को 4 खंडों में बांटा. അദ്ദേഹം തൻ്റെ ഇതിഹാസത്തിൽ 900 വർഷത്തെ ഇതിഹാസത്തെ 4 ഖണ്ഡങ്ങളിലാക്കി തിരിച്ചു. ഉन्होंने पहला कवि मुंज को माना है. അപ്പോൾ ശുക്ലിജിയുടെ അഭിപ്രായത്തിൽ ഹിന്ദിയിലെ പഹല കവി എന്ന് പറയുന്നത് രാജാ മുഞ്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ആദ്യ കവി എന്നറിയപ്പെടുന്നത്? രാജാ മുഞ്ചാണ്. ഉन्होंने കാൽ വിഭാജൻ കോ 4 ഭാഗോं में बांटा. അപ്പോൾ അദ്ദേഹം 4 കാലങ്ങളിലായിട്ടാണ് കാൽ വിഭാജൻ ചെയ്തിട്ടുള്ളത്. വീരഗാഥാകാൽ, ഭക്തികാൽ, രീതികാൽ, ഗദ്യകാൽ എന്നിങ്ങനെയാണ് അദ്ദേഹം കൊടുത്ത പേരുകൾ. ആദ്യകാലിനെ വീരഗാഥാകാൽ എന്ന പേരിൽ വിളിച്ചു. പൂർവ്വമധ്യകാലിനെ ഭക്തികാൽ എന്ന പേരിലാണ് അദ്ദേഹം വിളിച്ചത്. ഉത്തർമധ്യകാലിനെ രീതികാൽ എന്ന പേരിലാണ് വിളിച്ചത്. ആധുനിക് കാലിനെ ഗദ്യകാൽ എന്ന പേരിലും വിളിച്ചു. അപ്പോൾ വീരഗാഥാകാലിൻ്റെ സമയം വരുന്നത് 1050 മുതൽ 1375 വരെയാണ്. ഭക്തികാലിൻ്റെ സമയം വരുന്നത് 1375 മുതൽ 1700 വരെയാണ്. രീതികാൽ 1700 മുതൽ 1900 വരെയാണ്. ഗദ്യകാൽ 1900 മുതൽ 1984 വരെയാണ്. അപ്പോൾ ഈ കാലങ്ങളുടെ പേരുകളും സമയസീമയും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നാമകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ കാൽവിഭാജനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരാൾ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് പേരുകളെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ആദ്യകാലിനെ വീരഗാഥാകാൽ എന്ന പേരിലാണ് വിളിച്ചത്. ഭക്തികാൽ, രീതികാൽ, ഗദ്യകാൽ എന്നിങ്ങനെ 4 കാലങ്ങളിലായിട്ടാണ് ശുക്ലിജി കാൽ വിഭാജനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശുക്ലിജിയുടെ സാഹിത്യ ഇതിഹാസത്തിൻ്റെ പേരെന്താണ്? ഹിന്ദി സാഹിത്യ വികാസ് ആണ്. അതും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുക്ലിജിയുടെ കാൽ വിഭാജനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ധന്യവാദ്.